തുലാക്കൂറിൽ ജനിച്ച ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യ 3 പാദക്കാർക്ക് ഈ മാസം ജീവിതത്തിൽ പല പുതിയ തിരിച്ചറിവുകളും അനുഭവങ്ങളും നൽകുന്ന സമയമായിരിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ചിന്താഗതിയിലും സമീപനങ്ങളിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജീവിതത്തിലെ ചില ആളുകളെയും സാഹചര്യങ്ങളെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാലഘട്ടമാണിത്. ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിലും ബിസിനസ് പങ്കാളിത്തങ്ങളിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ കൂടുതൽ നിയന്ത്രണവും ക്ഷമയും പാലിക്കേണ്ട സമയമാണിത്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധ വേണം. പങ്കാളിയോടോ അടുത്ത ബന്ധങ്ങളിലോ അനാവശ്യ വാശി കാണിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബിസിനസ് പങ്കാളിത്തങ്ങളിൽ വ്യക്തതയും സൂക്ഷ്മതയും പാലിക്കണം. സൂര്യൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ലോണുകൾ, നിക്ഷേപങ്ങൾ, സാമ്പത്തിക കരാറുകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് അനിവാര്യമാണ്. എടുത്തുചാടി സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതെ സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും. ചില കാര്യങ്ങളിൽ വൈകിയാലും ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ബുധൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വിദേശ പഠനം, വിദേശ ബന്ധങ്ങൾ, ഓൺലൈൻ മേഖല, മാധ്യമരംഗം എന്നിവയിലുള്ളവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഠനം, കമ്മ്യൂണിക്കേഷൻ, മീഡിയ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും നേട്ടങ്ങളും ലഭിക്കാം. ദൂരദേശങ്ങളിൽ നിന്നുള്ള ഗുണകരമായ വാർത്തകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും. ചിലപ്പോൾ ജോലിഭാരം കൂടിയതായി അനുഭവപ്പെടാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ആ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സമയമാണിത്. കാര്യങ്ങൾ പതുക്കെയായാലും സ്ഥിരതയോടെ മുന്നോട്ടു പോകും. വ്യാഴവും ശുക്രനും 10ാം ഭാവത്തിലേക്ക് വരുന്നതോടെ കരിയറിൽ വലിയ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ അംഗീകരിക്കപ്പെടും. മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രശംസ ലഭിക്കുകയും ചെയ്യും. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നു. വിവാഹം, നിശ്ചയം, വീട്ടിൽ സന്തോഷകരമായ ചടങ്ങുകൾ എന്നിവ നടക്കാൻ സാധ്യതയുണ്ട്. കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷകരമാവുന്ന സമയമാണിത്. പുതിയ വീട് വാങ്ങുക, വാഹനം സ്വന്തമാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കും ഈ സമയം അനുകൂലമായിരിക്കും. ഏറെ നാളായി ആലോചിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ രക്തസമ്മർദ്ദം, മൈഗ്രെയിൻ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായ ചിന്തകളും സമ്മർദ്ദവും ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം. വിശ്രമത്തിനും ഉറക്കത്തിനും പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. പരിഹാരമായി വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ഇത് മനസ്സിന് ശാന്തിയും ജീവിതത്തിൽ അനുകൂല ഊർജവും നൽകാൻ സഹായിക്കും. വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖത്തിന്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം പരീക്ഷണങ്ങളെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള കാലഘട്ടമായിരിക്കും. ചില കാര്യങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള ആത്മവിശ്വാസവും ശക്തിയും നിങ്ങൾക്കുണ്ടാകും. പ്രശ്നങ്ങളിൽ നിന്ന് പിന്മാറാതെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സമയമാണിത്. 7ാം ഭാവത്തിലെ സൂര്യന്റെ സ്വാധീനം കാരണം ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്ത ബിസിനസ്സുകളിലും ചെറിയ തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. സംസാരത്തിൽ കൂടുതൽ നിയന്ത്രണവും ക്ഷമയും ആവശ്യമാണ്. ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പങ്കാളിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. നിങ്ങളുടെ രാശിയധിപനായ ചൊവ്വ 6ാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നതിനാൽ ശത്രുക്കളെ തോൽപ്പിക്കാനും തടസ്സങ്ങളെ മറികടക്കാനും നിങ്ങൾക്ക് സാധിക്കും. ജോലിയിലും വ്യക്തിജീവിതത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ ക്രമേണ നിയന്ത്രണത്തിലേക്ക് വരും. നിങ്ങളെ എതിർക്കുന്നവരുടെ സ്വാധീനം കുറയാനും സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ടു പോകാൻ കഴിയുന്ന സമയമാണിത്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്തുള്ളവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനും മുന്നേറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾ, അഭിമുഖങ്ങൾ, തിരഞ്ഞെടുപ്പ് നടപടികൾ എന്നിവയിൽ വിജയസാധ്യത ശക്തമാണ്. ശ്രമിച്ച കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം ഉണ്ടാകുന്ന സമയമാണെങ്കിലും അതിനൊപ്പം ചെലവുകളും വർദ്ധിക്കാം.
അതിനാൽ അനാവശ്യമായ കടം വാങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെലവുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാൻ ശ്രമിക്കണം. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും ഈ സമയം അനുകൂലമായിരിക്കും. നീണ്ടുനിന്ന ചില കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പുതിയ പ്രൊജക്ടുകൾ, അംഗീകാരങ്ങൾ അല്ലെങ്കിൽ പുതിയ ആളുകളുമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന സമയമാണിത്. വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. അപേക്ഷകൾ, അഭിമുഖങ്ങൾ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകാം. കാത്തിരുന്ന ചില വാർത്തകൾ അനുകൂലമായി എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ, ശരീരക്ഷീണം, അമിത ദേഷ്യം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും കൂടുതൽ ശ്രദ്ധ നൽകണം. അനാവശ്യ കോപവും സമ്മർദ്ദവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യത്തിനും ബന്ധങ്ങൾക്കും ഗുണകരമായിരിക്കും. പരിഹാരമായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചാമൃതം സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഇത് ആത്മബലവും മനസ്സിന് സ്ഥിരതയും നൽകാൻ സഹായകരമായിരിക്കും. ധനുക്കൂറിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പാദക്കാർക്ക് ഈ മാസം പുതിയ പ്രതീക്ഷകളും പുതിയ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് ജീവിതത്തിലേക്ക് എത്തുന്ന സമയമായിരിക്കും. പല കാര്യങ്ങളിലും മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ശക്തമാവുകയും ചെയ്യും. പുതിയ തുടക്കങ്ങൾക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുമുള്ള ആലോചനകൾ കൂടുതൽ സജീവമാകുന്ന കാലഘട്ടമാണിത്. ചൊവ്വ 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ബിസിനസ്, പഠനം അല്ലെങ്കിൽ വ്യക്തിപരമായ പുതിയ പദ്ധതികൾ തുടങ്ങിയവ ആരംഭിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന സമയമാണിത്. എടുത്ത തീരുമാനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാവുകയും കാര്യങ്ങൾ മുന്നോട്ടു പോവുകയും ചെയ്യും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, പഠന വിജയങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കാം. പ്രണയകാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തതയും ഉറപ്പും ലഭിക്കുന്ന സമയമാണിത്. ചിലർക്ക് വിവാഹ കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. വളരെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം ഈ മാസം സാധിച്ചെടുക്കാൻ കഴിയുന്ന അവസരങ്ങൾ കാണുന്നു. ഏറെ നാളായി കാത്തിരുന്ന കാര്യങ്ങൾ അനുകൂലമായി മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ജോലിഭാരം വർദ്ധിക്കാനിടയുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ചിലപ്പോൾ തിരക്കേറിയ ദിവസങ്ങൾ അനുഭവപ്പെടാമെങ്കിലും ആ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സമയമാണിത്. ജോലിയിൽ സ്ഥിരതയും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രശംസയും ലഭിക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന കാലഘട്ടമാണിത്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരങ്ങൾ ലഭിക്കും. പുതിയ പങ്കാളിത്തങ്ങൾ, പുതിയ ക്ലയന്റുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഗുണം നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകാം. വ്യാപാരത്തിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻപ് തടസ്സപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായി മാറാം. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സഹകരണവും ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. മാസത്തിന്റെ ആദ്യ പകുതിയിൽ വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അനുഭവപ്പെടാം. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടാകാം. എന്നാൽ മാസാവസാനത്തോടെ അസ്വസ്ഥതകൾ അനുകൂലമായി മാറുകയും കാര്യങ്ങൾ ശരിയായ ദിശയിൽ പോകുകയും ചെയ്യും. ഇൻഷുറൻസ് തുക, പാർട്ട്ണർഷിപ്പ് പണം അല്ലെങ്കിൽ മുൻപ് ലഭിക്കാനുണ്ടായിരുന്ന ചില സാമ്പത്തിക കാര്യങ്ങൾ കയ്യിലെത്താൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ആശ്വാസം നൽകുന്ന ചില അവസരങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ രക്തസമ്മർദ്ദം, ശാരീരിക ക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്രമക്കുറവും അമിതമായ ജോലിഭാരവും ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം. ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാൻ ശ്രമിക്കണം. പരിഹാരമായി വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂർ അമ്പലത്തിലോ ദർശനം നടത്തുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഭാഗ്യവും മാനസിക ശാന്തിയും നൽകാൻ സഹായകരമായിരിക്കും.